പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ESRനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ESRനെ കുറിച്ച് 2-3 വീഡിയോസ് ഈ ചാനൽ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ESRന്റെ പ്രിൻസിപ്പിൾ, ESRന്റെ പ്രത്യേകതകൾ, ESRുമായി ബന്ധപ്പെട്ട മെഷീൻസ്, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ നിന്നുള്ള ഒരു ലാബ് ടെക്നീഷ്യൻ എന്താണ് നമ്മൾ മാനുവൽ ESR ചെയ്യുന്നതും മെഷീനിൽ ESR ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം, മെഷീനിൽ വേറെ എന്തെങ്കിലും മെത്തേഡാണോ നടക്കുന്നത് എന്ന ഒരു സംശയം ചോദിച്ചിരുന്നു. ആ ഭാഗത്തുള്ള ചില ഡോക്ടേഴ്സ് മെഷീനിൽ ESR ചെയ്യുന്നത് റിസൾട്ടിൽ തെറ്റ് വരുന്നുണ്ട് എന്നുള്ള അഭിപ്രായം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ESRുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇറങ്ങിയ മെത്തേഡ്സിനെ കുറിച്ച് വളരെ വിപുലമായിട്ടൊന്നും ഈ വീഡിയോയിലേക്ക് പോകുന്നില്ല. നമ്മൾ എന്താണ് വെസ്റ്റഗ്രൻസ് മെത്തേഡും ഇന്ന് സാധാരണ വിപണിയിലുള്ള മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ESR മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ആദ്യം പരിശോധിക്കുന്നത്. വെസ്റ്റഗ്രൻസ് മെത്തേഡിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ 2 ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്ന് അതിൻ്റെ പ്രോസസ്സിംഗ് ടൈമാണ്. അതായത് 1 മണിക്കൂർ വേണം നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അത് ഇന്നത്തെ കാലത്ത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. രണ്ടാമത്തത് ഇതിൻ്റെ ബ്ലഡ് വോളിയമാണ്. 1.6 ml ബ്ലഡ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെസ്റ്റഗ്രൻസ് ട്യൂബ് വഴി ESR ചെയ്യാൻ കഴിയുള്ളൂ. ഈ 2 കാര്യങ്ങളും റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് പുതിയ മെത്തേഡ് എന്നുള്ള രൂപത്തിൽ മോഡിഫൈഡ് വെസ്റ്റഗ്രൻസ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ കമ്പനികൾ ഈ മെഷീനുകൾ ഇന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ മെഷീൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, മെഷീൻ പ്രോസസ്സിംഗ് ടൈം 1 മണിക്കൂറിൽ നിന്നും 20 മിനിറ്റ് വരെ താഴ്ത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഇത്തരം മെഷീനുകൾ 20 മിനിറ്റിൻ്റെയും 30 മിനിറ്റിൻ്റെയും ഇടയിൽ റിസൾട്ട് തരുന്നതാണ്. രണ്ടാമത്തെ പ്രത്യേകത, നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ബ്ലഡ് വോളിയം ഉണ്ടെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തത്, ട്രഡീഷണലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്ന ആൻറ്റി കൊയാഗുലൻ്റ് അല്ലാതെ തന്നെ EDTA ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ മെത്തേഡ് ആക്ച്വലി മോഡിഫൈഡ് വെസ്റ്റഗ്രൻസ് മെത്തേഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. മോഡിഫൈഡ് വെസ്റ്റഗ്രൻസ് മെത്തേഡ് അല്ലാതെ മറ്റു ചില മെത്തേഡുകൾ വഴിയും മെഷീനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം ഏറ്റവും കൂടുതൽ ഇന്ന് വിപണിയിലുള്ളത് മോഡിഫൈഡ് വെസ്റ്റഗ്രൻസ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ESR ടെസ്റ്റുകളാണ്. ഇവിടെ RBC സെഡിമെന്റേഷൻ മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ മാനുവൽ ആയിട്ടുള്ള റീഡിംഗ് അല്ല ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ഒപ്റ്റിക്കൽ ഡിറ്റക്ഷനാണ് നടത്തുന്നത്. നമ്മുടെ സാമ്പിൾ കൊടുത്ത് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ വീണ്ടും ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ തമ്മിൽ താരതമ്യം ചെയ്ത് റിസൾട്ട് തയ്യാറാക്കുകയാണ് സത്യത്തിൽ ഈ മോഡിഫൈഡ് വെസ്റ്റഗ്രൻസ് മെത്തേഡിൽ നടക്കുന്നത്. അവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത്, മിക്കവാറും മോഡിഫൈഡ് വെസ്റ്റഗ്രൻസ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന മെഷീനുകളിൽ EDTA ആണ് ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന വെസ്റ്റഗ്രൻസ് മെത്തേഡിനെ അപേക്ഷിച്ചിട്ട് ഡയലൂട്ടഡ് ബ്ലഡ് അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഡയലൂട്ടഡ് ബ്ലഡിലെ റിസൾട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രപ്പോർഷൻ കാൽക്കുലേഷൻ കൂടെ മിക്കവാറും മെഷീനുകളിൽ അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാ മെഷീനിലും അല്ല, ചില മെഷീനുകളിൽ നോർമൽ സെലൈൻ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ് ഡയലൂട്ട് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ചെയ്യുന്ന രീതിയും ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഡയലൂഷനും സാമ്പിൾ ഹാൻഡ്ലിങ്ങുമാണ് ഈ മെഷീനിൽ നടക്കുന്നത്. മെത്തേഡ് വൈസും മറ്റ് റിസൾട്ട് വൈസും ഒക്കെ തന്നെ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അതുകൊണ്ട് ESRനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് പരിഗണിക്കപ്പെടുന്ന മെത്തേഡും ഇതാണ്. മൂന്നാമത്തെ ഒരു മെത്തേഡിനെ കുറിച്ച് കൂടെ പറയാം. ഇന്ന് നമ്മുടെ ലാബുകളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ പെട്ടെന്ന് ESR ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മെത്തേഡാണ് അലിഫാക്സ് ടെക്നോളജി. ഞാൻ ഈ മെത്തേഡിനെ കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ മെത്തേഡ് നമ്മൾ ഞെട്ടിക്കുന്ന വേഗത്തിൽ 10 സെക്കൻഡ് കൊണ്ടും 15 സെക്കൻഡ് കൊണ്ടും 20 സെക്കൻഡ് കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടുന്ന മെഷീനുകളാണ്. ഈ മെത്തേഡിൽ പക്ഷെ നടക്കുന്നത് സെൽ സെഡിമെന്റേഷൻ ടെക്നിക്കോ ഒന്നുമല്ല, ഒരു ലൈറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് കാപ്പിലറി ഫ്ലോ ഡൈനാമിക്സ് ആണ് നടക്കുന്നത്. RBC അഗ്രിഗേഷൻ്റെ റീഡിംഗ് എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതൊരു സ്മോൾ കാപ്പിലറി ട്യൂബിലൂടെ ബ്ലഡ് കടത്തി വിട്ടതിന് ശേഷം ഒരു LED ലൈറ്റ് ബീം പാസ് ചെയ്യുന്നു. അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ മൈക്രോ അഗ്രിഗേഷനെ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റോളക്സ് ഫോർമേഷൻ്റെ ടെൻഡൻസി മെഷർ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് വെസ്റ്റഗ്രൻസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ടെക്നീഷ്യന് ഇന്ന്
വളരെ ഈസി ആയിട്ട് റിസൾട്ട് കൊടുക്കാൻ കഴിയും. പക്ഷേ മെഷീനൊക്കെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സർവീസ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായ വോളിയം സാമ്പിൾ എടുക്കേണ്ടതുണ്ട്. അതേപോലെ ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ട് നിർവഹിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ESRനെ സംബന്ധിച്ചിടത്തോളം ചെയ്യണം.